ഈജിപ്തിലെ മമ്മികളെ പറ്റി കേട്ടിട്ടില്ലേ? മരണശേഷം വീണ്ടും ഒരു ജീവിതമുണ്ടെന്ന ചിന്തയിൽ ശരീരം സുഗന്ധലേപനങ്ങളും മറ്റ് കെമിക്കലുകളും ഉപയോഗിച്ച് കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഈ രീതിയെ മമ്മിഫൈങ് എന്നാണ് പറയാറുള്ളത്. അത്തരത്തിൽ മനുഷ്യന്റെ യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും കൂടാതെ പ്രകൃതി തന്നെ പല ജീവികളെയും മമ്മിഫൈ ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, മഞ്ഞുപാളികൾക്കുള്ളിൽ അകപ്പെട്ട മനുഷ്യന്റെ ശരീരവും മറ്റും കാലങ്ങൾക്ക് ശേഷം കേടുകൾ കൂടാതെ കണ്ടെടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതൊക്കെ ഒരു തരത്തിലുള്ള മമ്മിഫൈങ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷെ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ജോർജിയയിലെ ബേക്രോസ് നഗരത്തിലെ സത്തേൺ ഫോറസ്റ്റ് വേൾഡ് മ്യൂസിയത്തിൽ കാണുന്ന അത്യപൂർവമായ ഒരു മമ്മിയെ പറ്റിയാണ്. അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ നായ 40ഓളം വർഷങ്ങളായി ഈ മരത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും? ഒറ്റയടിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും സംഭവം സത്യമാണ്. ഈ നായ എങ്ങനെയാണ് ഈ മരത്തിൽ കുടുങ്ങിയതെന്നും എന്തുകൊണ്ടാണ് ഈ നായ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അഴുകാതെ ഇരിക്കുന്നതെന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നല്ല രീതിയിൽ മണി ഏൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ബിനോമോ എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. ലീഗലായി വർക്ക് ചെയ്യുന്ന ഈ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും iOSലും അവൈലബിൾ ആണ്. കൂടാതെ ഗൂഗിൾ, ആപ്പിൾ, ഗോൾഡ് തുടങ്ങി ഒന്നിലധികം അസറ്റ്സുകളിൽ നിങ്ങൾക്ക് ഇതിലൂടെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രാഫിന്റെ പ്രഡിക്ഷൻ ആണ് നടത്തേണ്ടത്. അതായത് ഗ്രാഫ് പോകുന്നത് മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യണം. ഇതിൽ ഞാൻ ലാഭമുണ്ടാകുമെന്ന് കരുതി 900 രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ എൻ്റെ പ്രഡിക്ഷൻ ശരിയായി, എനിക്ക് ലാഭവും ലഭിച്ചിരുന്നു. എന്നാൽ ഇതിൽ പ്രഡിക്ഷൻ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടവും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ബിനോമോയിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത്? അതിനായി നിങ്ങൾ ആദ്യം ഒരു ബാങ്ക് അക്കൗണ്ടോ പേടിഎമ്മോ ക്രിയേറ്റ് ചെയ്യുക. ഈ ആപ്ലിക്കേഷന്റെ മിനിമം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 350 രൂപയാണ്. കൂടാതെ നിങ്ങൾ ഇതിൽ എൻ്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പണം 350 രൂപ മുതൽ 700 രൂപ വരെ ഇരട്ടിയായി കിട്ടുന്നതായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഇതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ട്രേഡിംഗ് പ്രാക്ടീസ് ചെയ്യാൻ 65,000 രൂപയുടെ ഒരു ഡെമോ അക്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. നിലവിൽ ഇന്ത്യയിൽ 2 മില്യണിലധികം ബിനോമിസ്റ്റുകൾ ഈ ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി ജോയിൻ ചെയ്യാം. ഓക്ക് ട്രീ എന്ന മരത്തിലാണ് 40 വർഷത്തോളമായി ഈ നായ കുടുങ്ങിക്കിടക്കുന്നത്. ഈ മ്യൂസിയത്തിന്റെ പ്രധാന ആകർഷണവും ഈ നായയാണെന്ന് പറയാം. 40 വർഷമായി ഒരു മരത്തിൽ നായ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുമോ എന്നോർത്ത് അമ്പരക്കണ്ടാം. മുൻപേ സൂചിപ്പിച്ചതുപോലെ നായ മമ്മിഫൈ ചെയ്ത രൂപത്തിലാണുള്ളത്. പക്ഷേ ആരും അങ്ങനെ ഈ നായയെ മമ്മിഫൈ ചെയ്തതല്ല എന്ന് മാത്രം, മറിച്ച് നാച്ചുറലായി ഇങ്ങനെ സംഭവിച്ചതാണ്. ഏതായാലും സ്റ്റെക്കി എന്നാണ് ഈ നായയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. സത്യത്തിൽ 40 അല്ല, കഴിഞ്ഞ 60ഓളം വർഷമായി ഈ മരത്തിനുള്ളിലാണ് സ്റ്റെക്കി അന്തി ഉറങ്ങുന്നത്. സ്റ്റെക്കി മരിച്ചിട്ട് 60ലേറെ വർഷമായി എന്നാണ് നിഗമനം. മരണശേഷമാണ് ഈ ഓക്ക് മരത്തടി അവൻ്റെ വീടാകുന്നതും ഫോറസ്റ്റ് വേൾഡ് മ്യൂസിയത്തിലേക്ക് ഈ മരത്തടി എത്തുന്നതും. 1980-ൽ ജോർജിയയിലെ കാടിനുള്ളിൽ മരം വെട്ടുകാരാണ് മരത്തിനുള്ളിൽ സ്റ്റെക്കിയുടെ ശരീരം കുടുങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. എങ്ങനെ ഈ നായ മരപ്പൊത്തിൽ അകപ്പെട്ടു എന്നതിന് വ്യക്തമായ തെളിവുകളില്ല. ഓക്ക് മരം മുറിച്ച് കഷ്ണങ്ങളാക്കുന്നതിനിടയ്ക്കാണ് മരത്തിൻ്റെ 28 അടി മുകളിലെ ഭാഗത്തിൻ്റെ ഉള്ളിലായി കുടുങ്ങിക്കിടക്കുന്ന നായയുടെ ശരീരം മരം വെട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കണ്ടെടുക്കുമ്പോൾ തന്നെ മമ്മിഫൈ ചെയ്യപ്പെട്ട അവസ്ഥയിലായിരുന്നു നായയുടെ ശരീരം. ഭക്ഷണത്തിനായി അണ്ണാനെയോ കിളിയെയോ മറ്റോ പിന്തുടർന്നു വരുമ്പോൾ മരത്തിലേക്ക് ഓടിക്കയറുകയും അവിടെ കുടുങ്ങി മരണം സംഭവിച്ചതായിരിക്കാം എന്നുമാണ് നിഗമനം. പൊള്ളയായ മരത്തിൻ്റെ വീതി കുറഞ്ഞ ഭാഗത്ത് കുടുങ്ങിപ്പോയ നായക്ക് പിന്നീട് പുറത്തിറങ്ങാൻ കഴിഞ്ഞിരിക്കില്ല. അങ്ങനെ ദിവസങ്ങളോളം വെള്ളമോ ഭക്ഷണമോ ലഭിക്കാതെയാവണം സ്റ്റെക്കി മരണപ്പെട്ടത് എന്നാണ് കരുതുന്നത്. സ്റ്റെക്കിയുടെ ശരീരം കണ്ടെടുക്കുമ്പോൾ 20 വർഷത്തിൻ്റെ പഴക്കം മാത്രമേ തോന്നിപ്പിച്ചിരുന്നുള്ളൂ. എന്നാൽ 20 വർഷത്തിൻ്റെ പഴക്കത്തോടെ ശരീരം കണ്ടെടുക്കുമ്പോഴും അത് അഴുകിയിരുന്നില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം. ഓക്കുമരത്തടിയിലെ അനുകൂല സാഹചര്യങ്ങൾ തന്നെയാണ് നായ അഴുകാതെ ഇരിക്കാൻ കാരണമായതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പൊള്ളയായ മരത്തിനുള്ളിൽ മുകളിലേക്കുള്ള വായുസഞ്ചാരം കാരണമാകും നായയുടെ ശരീരം അഴുകി ദുർഗന്ധം പടരാതെ ജീവികളെ ശവശരീരം ഭക്ഷിക്കുന്നതിൽ നിന്ന് അകറ്റി നിർത്തിയതെന്ന് ജോർജിയ മ്യൂസിയം അധികൃതർ അനുമാനിക്കുന്നു. മാത്രമല്ല, ഓക്കുമരത്തിലുണ്ടാകുന്ന ടാനിക് ആസിഡ് എന്ന ദ്രാവകം നായയുടെ തൊലി ഉണങ്ങി കട്ടിയുള്ളതാകാൻ സഹായിക്കുകയും ചെയ്തിരുന്നു. 1980-ൽ മമ്മിഫൈ ചെയ്യപ്പെട്ട നായയെ കണ്ടെടുത്ത ശേഷം 2002-ലാണ് അതിന് സ്റ്റെക്കി എന്ന പേര് നൽകുന്നത്. ഇത്തരത്തിൽ 2017 ജനുവരിയിൽ ജർമ്മനിയിൽ വെച്ച് ഒരു ഐസിനുള്ളിൽ ചെന്നായയെ കണ്ടെത്തിയ സംഭവവും നാച്ചുറൽ മമ്മിഫൈക്ക് ഉദാഹരണങ്ങൾ തന്നെയാണ്. ഏതായാലും ഇത്തരത്തിൽ വല്ല സംഭവങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.